2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ പടയൊരുക്കം അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയും പിൻവലിക്കാനുള്ള സമയപരിധിയും അവസാനിച്ചതോടെ 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് അന്തിമമായി മത്സരരംഗത്തുള്ളത്. 2021 957 സ്ഥാനാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും രാഷ്ട്രീയ വീര്യത്തിന്റെ കാര്യത്തിൽ ഇതൊരു സമാനതകളില്ലാത്ത പോരാട്ടമായി അങ്ങ് മാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയകത്വങ്ങൾ ഭരണ തുടർച്ചയുടെ ഹാട്രിക് ലക്ഷ്യമിട്ട് പിണറായി 3.0 എന്ന മുദ്രാവാക്യവുമായി ഇടതുമുന്നണി കളം നിറയുമ്പോൾ വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗം വഴി ഭരണം തിരിച്ചുപിടിക്കാനാണ് UDFന്റെ ശ്രമം. എന്നാൽ പതിവ് ഇരുമുന്നണി രാഷ്ട്രീയത്തെ വേരോടെ പിഴുതെറിയാൻ മാറാത്തതിനെ മാറ്റുക എന്ന പോരാട്ട വീര്യവുമായി NDA കൂടി സജീവമായതോടെ കേരളം ഒരു നിർണായക വഴിത്തിരിവിലാണ്. ഇത്തവണ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികളുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നത് കോഴിക്കോട്ടെ കൊടുവള്ളി മണ്ഡലമാണ്. 13 പേർ മാറ്റുരയ്ക്കുന്ന ഇവിടെ ഓരോ വോട്ടും മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്നതാണ്. തൊട്ടു പിന്നാലെ മഞ്ചേശ്വരം, പേരാവൂർ, തിരുവനന്തപുരം സെൻട്രൽ എന്നീ മണ്ഡലങ്ങളിൽ 11 സ്ഥാനാർത്ഥികൾ വീതം മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ 6 പേർ മാത്രം മത്സരിച്ച മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചത് വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. ചിഹ്നങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത്തവണ പ്രമുഖർക്ക് പോലും അപ്രതീക്ഷിത തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത്. വടകര MLA KK രമയ്ക്ക് തന്റെ അടയാളമായിട്ടുള്ള ഫുട്ബോളിന് പകരം ടെലിവിഷൻ സ്വീകരിക്കേണ്ടി വന്നത് സാങ്കേതിക കാരണങ്ങളിലാണെങ്കിലും അത് പ്രചാരണ രംഗത്ത് വലിയൊരു പരീക്ഷണമായി മാറുകയും ചെയ്തു. എലത്തൂരിൽ വർഷങ്ങളായി AK ശശീന്ദ്രനെ തുണച്ച ക്ലോക്ക് ചിഹ്നം NCPയിലെ അജിത് പവാർ വിഭാഗത്തിന് ലഭിച്ചതോടെ അദ്ദേഹത്തിന് പുതിയ അടയാളം തേടേണ്ടി വന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ LDF വിട്ട് UDF സ്വതന്ത്രനായി മത്സരിക്കുന്ന G സുധാകരന് ലഭിച്ച തെങ്ങിൻതോപ്പ് ചിഹ്നം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ എങ്ങനെ പ്രതിഫലിപ്പിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുന്നുണ്ട്. പാലക്കാട് LDF സ്വതന്ത്രൻ NMR റസാഖിന്റെ കുടം ചിഹ്നവും ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ ഗ്യാസ് സിലിണ്ടറും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിന്റെ കപ്പലും സുധീർ കരമനയുടെ ക്യാമറയും നഗരത്തിലെ വോട്ടർമാർക്കിടയിൽ കൗതുകമുണർത്തുന്നുണ്ട്. പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിലെ TK ഗോവിന്ദനും പുതിയ ചിഹ്നങ്ങളുമായി ജനവിധി തേടുമ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളും രാഷ്ട്രീയ പരീക്ഷണശാലകളായി അങ്ങനെ മാറുകയാണ്. കേരളത്തിന്റെ വികസന തുടർച്ചയ്ക്കായി LDFും ജനാധിപത്യപരമായിട്ടുള്ള തിരിച്ചുപോക്കിനായി UDFും മാറ്റത്തിന്റെ പുതിയ കാറ്റിനായി NDAയും പൊരുതുമ്പോൾ 2026 ഈ തിരഞ്ഞെടുപ്പ് കേവലം ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് കേരളത്തിന്റെ വരാനിരിക്കുന്ന ദശാബ്ദങ്ങളുടെ രാഷ്ട്രീയ ദിശ നിർണയിക്കുന്ന വിധിതീർപ്പ് തന്നെയാണ്. 890 സ്ഥാനാർത്ഥികൾ, ലക്ഷ്യമിടുന്നത് 140 സീറ്റുകളാണെങ്കിലും യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് കേരളത്തിന്റെ മനസാക്ഷിയിലാണ്. രാഷ്ട്രീയ പ്രബുദ്ധതയിൽ കേരളത്തിലെ വോട്ടർമാർ പുതിയ ചിഹ്നങ്ങളെയും പഴയ നായകന്മാരെയും എങ്ങനെ സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന ഫലം. വിസിൽ മുഴങ്ങിയിരിക്കുന്നു. ഇനി പോരാട്ടം വോട്ടർമാരുടെ കോടതിയിലാണ്. ഭരണവിരുദ്ധ വികാരത്തെ വികസന നേട്ടങ്ങൾ കൊണ്ട് മറികടക്കാമെന്ന LDFന്റെ ആത്മവിശ്വാസവും ജനകീയ വിഷയങ്ങൾ ഉയർത്തി അധികാരം തിരിച്ചുപിടിക്കാനുള്ള UDFന്റെ വാശിയും നിർണായക ശക്തിയായി മാറാനുള്ള NDAയുടെ ആവേശവും കൂടി ചേരുമ്പോൾ 2026 ഈ പോരാട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ക്ലൈമാക്സിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.